റേഡിയോ ലൈം ന്യൂസ് അപ്ഡേറ്റ് brought to you by ജോസ്കോ ജുവലേഴ്സ് ഷോറൂമുകളിൽ സ്വർണ്ണ വജ്രാഭരണങ്ങൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ 21 മുതൽ ഗ്രാൻഡ് NRI ഗോൾഡൻ ഫെസ്റ്റ്. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിബിൻ. മെഴ്സിഡൈസിലെ ന്യൂട്ടൺ കമ്മ്യൂണിറ്റി ഹോസ്പിറ്റലിൽ ഒരാൾ ക്രോബാർ ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിൽ നഴ്സ് മേഗൻ ലിഞ്ച് ഉൾപ്പെടെ 6 പേർക്ക് പരിക്കേറ്റതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് ഹോസ്പിറ്റൽ കെട്ടിടത്തിനുള്ളിൽ സംഭവം നടക്കുന്നത്. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മേഗൻ ലിഞ്ച് ജീവിച്ചിരിക്കുന്നതിൽ തന്നെ ഭാഗ്യവതിയാണെന്നാണ് സംഭവത്തോട് പ്രതികരിച്ചത്. 28 വയസ്സുള്ള മേഗൻ ലിഞ്ച് വെൻഡിംഗ് മെഷീനിൽ നിന്ന് പാനീയം എടുക്കുന്നതിനിടെ പിന്നിൽ നിന്നായിരുന്നു അക്രമം ഉണ്ടായത്. അപ്പോയിന്റ്മെന്റ് നിഷേധിക്കപ്പെട്ടതിനെ തുടർന്ന് അക്രമി പ്രകോപിതനായി ക്രോബാർ ഉപയോഗിച്ച് തലയിൽ അടിക്കുകയായിരുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആക്രമണം പെട്ടെന്നുണ്ടായതാണെന്നും രക്ഷപ്പെടാൻ അവസരമൊന്നും ലഭിച്ചില്ലെന്നും മേഗൻ പറഞ്ഞു. പ്രാഥമിക വിദ്യാലയത്തിൽ കടക്കുന്ന ഓരോ 5 കുട്ടികളിൽ ഒരാൾക്ക് അപകടകരമായ രോഗങ്ങൾക്കെതിരായ ആവശ്യമായിട്ടുള്ള സംരക്ഷണം ലഭിച്ചിട്ടില്ലെന്ന ആശങ്കാജനകമായിട്ടുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ഈ സാഹചര്യത്തിൽ ഇംഗ്ലണ്ടിലെ കുട്ടികൾക്ക് വീടുകളിൽ എത്തിച്ച് വാക്സിൻ നൽകുന്ന പദ്ധതി ആരംഭിക്കുവാനുള്ള പദ്ധതിക്ക് തുടക്കമായിരിക്കുകയാണ്. ജനുവരിയിൽ ആരംഭിക്കുന്ന 2 മില്യൺ മൂല്യമുള്ള പൈലറ്റ് പദ്ധതിയുടെ ഭാഗമായി ഹെൽത്ത് വിസിറ്റർമാർ വീട് തോറും സന്ദർശിച്ച് കുട്ടികൾക്ക് പ്രതിരോധ കുത്തിവയ്പ്പുകളും മറ്റും നൽകും. 5 വയസ്സിന് താഴെയുള്ള കുട്ടികളുള്ള കുടുംബങ്ങളിൽ പ്രത്യേക പരിശീലനം നേടിയ നഴ്സുമാരും മിഡ് വൈഫുമാരുമാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. GP-യുമായി രജിസ്റ്റർ ചെയ്യാത്തവർ, യാത്രാ ചെലവ്, ഭാഷാ പ്രശ്നങ്ങൾ, കുട്ടികളെ നോക്കുവാനുള്ള ബുദ്ധിമുട്ടുകൾ തുടങ്ങിയ കാരണങ്ങളാൽ ഹോസ്പിറ്റലിൽ എത്തുവാൻ കഴിയാത്ത കുടുംബങ്ങളെയാണ് പദ്ധതി പ്രധാനമായും ലക്ഷ്യമിടുന്നത്. NHS രേഖകൾ അടിസ്ഥാനമാക്കി കുട്ടികളെ കണ്ടെത്തുകയും വാക്സിൻ സുരക്ഷയെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് മാതാപിതാക്കളുമായി സംസാരിക്കുവാൻ ഹെൽത്ത് വിസിറ്റർമാർക്ക് പ്രത്യേക പരിശീലനം നൽകുകയും ചെയ്യും. ലണ്ടൻ, മിഡ്ലാൻഡ്സ്, നോർത്ത് ഈസ്റ്റ്, യോർക്ക്ഷയർ, നോർത്തേൺ വെസ്റ്റ് ഈസ്റ്റ് മേഖലകളിലായി 12 കേന്ദ്രങ്ങളിലാണ് പൈലറ്റ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഹീത്രൂ വിമാനത്താവളത്തിൽ ദുബായിലേക്ക് പോയ എമിറേറ്റ്സ് എയർലൈൻ വിമാനം പറന്നുയർന്ന ശേഷം 2 മണിക്കൂർ ലണ്ടൻ ആകാശത്ത് വട്ടമിട്ടു പറന്നു. ഹീത്രൂ വിമാനത്താവളത്തിൽ ദുബായിലേക്ക് പറന്നുപോയ എമിറേറ്റ്സ് എയർലൈൻസ് വിമാനത്താവളം പറന്നുയർന്ന ശേഷം 2 മണിക്കൂർ ലണ്ടൻ ആകാശത്ത് വട്ടമിട്ട് പറന്ന ശേഷം തിരിച്ചിറക്കി. പുതുവത്സരാഘോഷത്തിനിടെ വിമാനം പറക്കുന്ന വേളയിലാണ് തകരാർ മനസ്സിലായത്. തുടർന്ന് വിമാനം ലണ്ടന് മുകളിൽ 1 മണിക്കൂറിലധികം വട്ടമിട്ട് പറക്കേണ്ടി വരികയായിരുന്നു. ദുബായിലെത്തി ന്യൂയോർക്ക് ആഘോഷിച്ച് നാട്ടിലേക്ക് പോകുവാൻ ഇറങ്ങിയ മലയാളികളടക്കമുള്ള ധാരാളം ഇന്ത്യക്കാർ വിമാനത്തിലുണ്ടായിരുന്നു. ഒടുവിൽ വിമാനം ഹീത്രൂവിൽ തന്നെ ഇറക്കുകയായിരുന്നു. ഡബിൾ ഡെക്കർ എയർബസ് A380 വിമാനം ഹീത്രൂവിന്റെ റൺവേയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 2:32 പുറപ്പെട്ടത്. 52 മിനിറ്റ് വൈകിയായിരുന്നു യാത്ര തിരിച്ചത്. 12:40 ദുബായിൽ എത്തേണ്ടതായിരുന്നു. എന്നാൽ പറന്നുയർന്നതിന് പിന്നാലെ ലാൻഡിംഗ് ഗിയർ വാതിലിൽ ഒരു പ്രശ്നമുണ്ടെന്ന് വിമാന ജീവനക്കാർ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇനി നാട്ടിലെ വാർത്തകൾ. ഇന്ത്യയുടെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ 2027 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനത്തിൽ പ്രവർത്തനം ആരംഭിക്കുമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ പ്രഖ്യാപനം. മുംബൈ അഹമ്മദാബാദ് അതിവേഗ റെയിൽ ഇടനാഴിയിൽ ഘട്ടം ഘട്ടമായി ബുള്ളറ്റ് ട്രെയിൻ സർവീസുകൾ ആരംഭിക്കും. ഇതിന്റെ ആദ്യ ഭാഗമായ സൂറത്ത് ബിലിമോറ പാതയിലാണ് 2027 ആദ്യ സർവീസ് ആരംഭിക്കുക. 2ാം ഘട്ടത്തിൽ വാബി മുതൽ സൂറത്ത് വരെയും 3ാം ഘട്ടത്തിൽ വാബി മുതൽ അഹമ്മദാബാദ് വരെയും പ്രവർത്തനം ആരംഭിക്കും. അവസാന ഘട്ടത്തിൽ മുംബൈ മുതൽ അഹമ്മദാബാദ് വരെയുള്ള ബുള്ളറ്റ് ട്രെയിൻ സർവീസ് നടത്തും. നഗരത്തിൽ ലഹരിമരുന്ന് വിതരണത്തിന്റെ മുഖ്യകണ്ണികളായി പ്രവർത്തിക്കുന്ന അസീമിനെയും അജിത്തിനെയും കുടുക്കുവാനുറച്ച് ഇറങ്ങിയ പോലീസ് സംഘത്തിന്റെ വലയിൽ കുടുങ്ങിയത് ഡോക്ടറും BDS വിദ്യാർത്ഥിനിയും ഉൾപ്പെടെ 7 പേർ. MDMA കടത്ത് കേസിൽ 10 വർഷം കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ട അസീമും അജിത്തും 5 വർഷം തടവ് അനുഭവിച്ച ശേഷം ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം നേടി പുറത്തിറങ്ങിയാണ് വീണ്ടും ലഹരി കടത്തിന് ഇറങ്ങിയത്. ഏതു വിധേനയും അസീമിനെ പിടികൂടാനായി ഡാൻസ് ഓഫ് സംഘം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇയാൾ വലമുറിച്ച് കടന്നു കളയുകയായിരുന്നു. മുൻപ് അസീം കാട്ടാക്കട ഡാൻസ് ഓഫ് SIA നെയ്യാർ ഭാഗത്തെ ചെക്ക് പോസ്റ്റിൽ വെച്ച് കാർ തട്ടിച്ച ശേഷം കടന്നു കളഞ്ഞിരുന്നു. ഇതിനിടയിലേക്കാണ് ഇന്നലെ നെടുമങ്ങാട് ഡാൻസ് ഓഫ് സംഘത്തിന് ഇയാളെക്കുറിച്ചുള്ള വിവരം ലഭിച്ചത്. ന്യൂസിലൻഡിനെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ ശനിയാഴ്ച പ്രഖ്യാപിച്ചേക്കും. ചീഫ് സെലക്ടർ അജിത് അഗാക്കറുടെ നേതൃത്വത്തിലാണ് സെലക്ഷൻ കമ്മിറ്റി ജനുവരി 3 ഓൺലൈനായി യോഗം ചേർന്നത്. ജനുവരി 11 വഡോദരയിലാണ് ഏകദിന പരമ്പരയിൽ ആദ്യ മത്സരം. 14 രാജ്കോട്ടിലും 18 ഇൻഡോറിലും യഥാക്രമം 2-3 മത്സരങ്ങൾ അരങ്ങേറും. അതിനുശേഷം 5 മത്സരങ്ങളടങ്ങിയ T20 പരമ്പരയുമുണ്ട്. ലോകകപ്പിനുള്ള അതേ ടീമാണ് T20 പരമ്പരയിലും കളിക്കുന്നത്. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 121.03 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.